സാഭിമാനം സാഹിത്യനഗരം. വൈലാലിലെ മാങ്കോസ്റ്റിൻ ചുവടിനേക്കാൾ, തെക്കേപ്പുറത്തെ പടാപ്പുറങ്ങളെക്കാൾ, സാഹിത്യ കോലായകളെക്കാൾ നമ്മുടെ എഴുത്തും സംസ്കാരവും രാഷ്ട്രീയവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ആകാശവാണിയുടെ അകത്തളങ്ങളിലാണെന്ന് പറയേണ്ടി വരും. അത്രമാത്രം സമ്പന്നമായിരുന്നു ഒരു കാലത്ത് കോഴിക്കോട് ആകാശവാണിയുടെ അകത്തളം. കക്കാടിനെ പോലെ, അക്കിത്തത്തെപ്പോലെ, ശ്രീധരനുണ്ണിയെപ്പോലെ, PS നമ്പീശിനെ പോലെ, ഉദയഭാനുവിനെ പോലെ അനുഭവങ്ങളുടെ ഈ ആവിഷ്കാരം തന്നെ സർഗപരമായ മറ്റൊരു അനുഭവമായി തീരുമല്ലോ. അതിന്റെ ആത്മസംഘർഷങ്ങളെ കുറിച്ച് പറയും. ഏതൊരു എഴുത്തുകാരനും എഴുതുമ്പോൾ അവരുടെ ആത്മാംശം എവിടെയെങ്കിലുമൊക്കെ കലരാതിരിക്കില്ല. നമുക്കുള്ള കുറെ അനുഭവങ്ങൾ ഇതിലേക്കൊക്കെ വരും, സ്വാഭാവികമാണ്. കാവ്യലോകത്ത് സഞ്ചരിച്ച എത്രയോ പ്രതിഭാധനന്മാർ, ഉറൂബിനെയും പൊറ്റക്കാടിനെയും KA കൊടുങ്ങല്ലൂരിനെയും UA ഖാദറിനെയും തിക്കോടിയനെയും ജഗതി NK ആചാര്യയെയും ഖാൻ കാവിലിനെയും രാജം K നായരെയും കുഞ്ഞാവയെയും പോലെ സഞ്ജയൻ മാസിക ഒരു ഇഷ്യൂ വന്നപ്പോ ഞാനതൊക്കെ വായിച്ചു എവിടെ വെച്ചു. അപ്പൊ ഒരാൾ ഈ സഞ്ജയൻ വായിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ വായിച്ചല്ലോ. ഈ ഏതാ ഒരു തിക്കോടിക്കാരനായില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ലല്ലോ. അതിലുണ്ടോ? ഉണ്ടെന്നേ ഞാൻ പറയുന്നുണ്ട്, നോക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ വന്ന് നോക്കുമ്പോ കവിത കിടക്കുന്നു, തിക്കോടിയൻ. എന്റെ പേരിൽ വന്ന ഒരു ഔചിത്യമില്ലല്ലോ ഇത്രയും നീണ്ടൊരു പേരിൽ. അതുകൊണ്ട് അദ്ദേഹം ഒരു തിക്കോടിയനാക്കി. അത് കഴിഞ്ഞ് പിന്നെ സഞ്ജയൻ നിന്നു, വിശ്വരൂപം തുടങ്ങി. ഞാനൊരു കവിത എഴുതി, വിശ്വരൂപത്തിന്റെ അഡ്രസ് അയച്ചു. അത് അച്ചടിച്ച് വന്നു. മാത്രല്ല മാധവജി ഒപ്പിട്ടിട്ട് ഉള്ള ഒരു കത്തും 10 രൂപയും തന്നു. ആദ്യത്തെ പ്രതിഫലം. കഥയുടെയും നാടകത്തിന്റെയും ലോകത്ത് നിറഞ്ഞു നിന്ന എത്ര മഹാന്മാർ. പട്ടത്താന സദസ്സിലെ 18 കവികളെപ്പോലെ നിറഞ്ഞാടിയവരാണ് പലരും. പാട്ടും നാടകവും കഥയും നോവലുമായി കളം നിറഞ്ഞാടിയവർ. ജീവിതം എന്നുള്ളത് അത്ര ഉത്കണ്ഠാകുലമായ, അങ്ങനെ പൊത്തിപ്പിടിച്ചു നിൽക്കേണ്ടുന്ന ഒരു തേൻതുള്ളിയൊന്നുമല്ല. NN കക്കാട് സ്വാഭാവികമായി വന്ന് വിടർന്ന് വാടിപ്പോകേണ്ട ഒരു പുഷ്പം മാത്രമാണ് എന്ന ബോധം വളരെ വളരെ കാലമായിട്ട് അടിയിലുണ്ടായിരുന്നെങ്കിലും കൂടുതൽ പ്രകടമായി വന്നത് അടുത്ത കാലത്തായിട്ടാണ്. കൂടുതൽ റിയലായിട്ടുള്ള ബോധത്തോടു കൂടി ജീവിതത്തെ കാണാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു മനോഭാവം പതുക്കെ വളർന്നു വരുമ്പോഴുണ്ടാവുന്ന ഒരു മനോഭാവം, അത് മിക്കവാറും എൻ്റെ കവിതയെ ബാധിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് ഇന്നും അഭിമാനമാണ്. അവരുടെ വായനയെ, കേൾവിയെ, ചിന്തയെ രൂപപ്പെടുത്തിയവർ ഇപ്പോഴും അതിനകത്തുണ്ടെന്ന തോന്നൽ. വായനയെ സമ്പന്നമാക്കിയവരിൽ ചിലരെങ്കിലും ചിരഞ്ജീവികളായി ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന തോന്നൽ. കവി R. രാമചന്ദ്രന്റെ നൊച്ചാട്ട് വീട്ടുമുറ്റത്താണ് കോഴിക്കോട്ടെ ആദ്യ കോലായ ചർച്ച പിറന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുടക്കം അവിടെ നിന്നാകാം, പിന്നീടത് പരന്നൊഴുകിയെന്നത് സത്യം. ഉറൂബിന്റെയും കക്കാടിന്റെയും വീടുകടന്ന് പൊറ്റക്കാടിന്റെ ചന്ദ്രകാന്തം വരെയെത്തി ഇത്. MS ബാബുരാജും കോഴിക്കോട് അബ്ദുൽ ഖാദറും വലിയങ്ങാടിയിലെയും പരിസരത്തെയും പീഡികമുറികളുടെ തട്ടിൻപുറത്ത് ഗസലുകൾക്ക് ഈണമിടുമ്പോൾ അവർക്ക് പാടാൻ വേണ്ടി ഇവരിൽ ചിലർ പാട്ടുകൾ എഴുതി. എഴുതിയ പാട്ടുപാടി കേൾപ്പിച്ചപ്പോൾ കവിയരങ്ങുകളുണ്ടായി, കോലായകളുണ്ടായി. എഴുത്തുവഴിയും പ്രസംഗവഴിയും സുകുമാർ അഴീക്കോട് കോഴിക്കോട്ടെ നിത്യസാന്നിധ്യമായിരുന്നു. അഴീക്കോടിന്റെ പ്രസംഗം ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടത് കോഴിക്കോട് ടൗൺ ഹാളിലായിരുന്നു. ഭാരതീയത എന്നുള്ളതിന് അസാധാരണമായ ഒരു മഹിമയുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് ഈ ഐക്യത്തെക്കുറിച്ച് പറയുകയാണ്. അത് പക്ഷേ ഭിന്നദേശങ്ങളിൽ അത് നിരന്തരമായി ആ ശബ്ദമുയർന്നു. അത് കടല് പോലെയാണ്. പ്രസംഗം മാത്രമല്ല, ഏറ്റവും മധുരമായ തമാശകൾ പറയാനും അഴീക്കോടിന് കഴിയുമായിരുന്നു. മുതലക്കുളത്തെ അലക്കുകല്ലിനെ പൊന്നാടയണിയിച്ച തെങ്ങുകയറ്റക്കാർക്ക് കോളേജ് തുടങ്ങി ജില്ലാ കലക്ടറെ ഉദ്ഘാടനവേദിയിൽ തെങ്ങിൽ കയറ്റിയ രാമദാസ് വൈദ്യരെ കോഴിക്കോട്ടുകാർ എങ്ങനെ മറക്കാനാണ്? ഒരു കാലത്ത് ചന്ദ്രകാന്തത്തേക്കാൾ വൈലാലിനേക്കാൾ ആളുകൾ നിറഞ്ഞ ഇടമായിരുന്നു രാമദാസ് വൈദ്യരുടെ നീലഗിരി ലോഡ്ജ്. മഞ്ഞപ്പത്രത്തെ മഞ്ഞ വാർത്തയാൽ പൂട്ടി ചിരികൊണ്ട് സമൂഹത്തെ ചിരിപ്പിച്ച വൈദ്യരുടെ നീലഗിരി ലോഡ്ജ് വീണ്ടും എഴുത്തുകാർക്കു വേണ്ടി തുറക്കുകയാണ്. സാഭിമാനം സാഹിത്യനഗരം. ക്രിയാത്മക സഹകരണം മധു ശങ്കർ മീനാക്ഷി. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.